ആൻഡ് ഫ്യൂരിയോസനെ എപ്പോൾ കാണിക്കുമ്പോഴായാൽ പോലും അതെ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഐസിലാണ്. ആ കണ്ണുകളിലുള്ള ഒരു റേജ് ഒക്കെ ശരിക്കും നമുക്ക് കാണുന്ന ഒരു പ്രേക്ഷകന് ഓരോ ഷോട്ടിലായാൽ പോലും ആ കണ്ണ് എവിടെയും ബ്ലിങ്ക് ചെയ്തതായിട്ട് അധികം കാണിച്ചിട്ടില്ല. ആൻഡ് ആ ഒരു ക്യാരക്ടറിന്റെ കണ്ണിൽ എത്രത്തോളം ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുള്ളത് നല്ല സൂപ്പർ ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റി. എൻ്റെ ആ ഒരു പെർഫോമൻസും കൂടി ഇപ്പോൾ കിടിലൻ തന്നെയായി. കാരണം ഒരു ഫീമെയിൽ ലീഡ് ആയിട്ടുള്ള മൂവീസ് ഇപ്പോൾ റീസെന്റ് വേറെ പല മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലതും ഒരു ഫീമെയിൽ ലീഡ്, ഇപ്പോൾ സൂപ്പർ ഹീറോ മൂവീസിന്റെ ജനറൽ തന്നെ നമുക്ക് നോക്കാം. അതിലുള്ള ഫീമെയിൽ ലീഡ് മൂവീസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളായിട്ടാണ് വെക്കാറുള്ളത്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഭയങ്കര രീതിയിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. ആൻഡ് ക്രിസ് ഹെംസ്വർത്തിന്റെ ഡെമൻഡസ് എന്ന് പറയുന്ന ക്യാരക്ടർ കരിയർ ബെസ്റ്റ് പെർഫോമൻസിനെ പറയാനുള്ളൂ. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ്, സ്വാഗ്, വന്ന് നിൽക്കുമ്പോഴൊക്കെയുള്ള ചില ഡയലോഗ് ഡെലിവറീസ് ഒക്കെ സൂപ്പർ ആയിട്ട് ആൾ ചെയ്തു. ആ ഒരു വില്ലനിസത്തിന്റെ ഒരു പീക്ക് വേർഷൻ ആൾക്ക് ഓഫർ ചെയ്യാൻ ഇതിൽ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള